വളരെ തെറ്റായ ഒരു പ്രചരണമാണ് ഇത് സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതുമല്ല. എന്തുകൊണ്ടെന്നാൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പ് ഒരു ദിവസം വൈകി എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രചാരവേല ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നാണ്. ആദ്യം അച്ചടിച്ച പത്രം വിതരണം ചെയ്തില്ല എന്ന് പ്രചരിപ്പിച്ചു. ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും മാറി മാറി വന്ന വാർത്തകളെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എത്ര തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത്. അച്ചടിച്ച പത്രം വിതരണം ചെയ്തില്ല എന്ന പ്രചാരവേല ശക്തിപ്പെടുത്തി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് പതിയെ ഒഴിഞ്ഞു. പിറ്റേ ദിവസം പുറത്തിറങ്ങിയ പ്രധാനപ്പെട്ട 2 പത്രങ്ങളിൽ ഈ ആരോപണത്തിൽ നിന്ന് പുറകോട്ട് പോവുകയും പത്രം അച്ചടിച്ചിട്ടില്ല എന്നത് ശരിയല്ല എന്ന് സൂചിപ്പിക്കും. പത്രം അച്ചടിച്ചിട്ടില്ല, അച്ചടിച്ചത് വിതരണം ചെയ്യാത്തതല്ല എന്ന് സൂചിപ്പിക്കുകയും ചെയ്യും. 2 VSന്റെ അനുസ്മരണം ഒഴിവാക്കി എന്ന നിലയിലാണ് വലിയൊരാഘോഷം നടന്നത്. അത് ഏതൊക്കെ രൂപത്തിൽ ചിത്രീകരിക്കപ്പെട്ടു. പിന്നീട് അതിൽ നിന്ന് പുറകോട്ട് പോയി. മൂന്നാമത് വന്നതാണ് ഒരു നാടകകാരനെ സംബന്ധിച്ച ലേഖനം ഒഴിവാക്കിയത് കൊണ്ടാണ് പത്രം അച്ചടിക്കാൻ കഴിയാതിരുന്നത് എന്ന നിലയിലാണ് വാർത്ത. ഇതെല്ലാം തെറ്റാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഒന്ന്, പത്രം അച്ചടിച്ച് വിതരണം ചെയ്തില്ല എന്ന് പറയുന്നത് തെറ്റ്. ഞങ്ങൾ അച്ചടിച്ചിട്ടില്ല. 2, VSന്റെ അനുസ്മരണം ഒഴിവാക്കി എന്ന ആരോപണം തെറ്റ്. അങ്ങനെയൊന്നും ആരും ചിന്തിച്ചിട്ടേയില്ല. 3, ഈ പറയപ്പെട്ട ലേഖനം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായതെന്ന്. അതും പൂർണ്ണമായി തെറ്റ്. പത്രം ഒരു ദിവസം അച്ചടിക്കാൻ വൈകി എന്നത് അന്ന് പറഞ്ഞതുപോലെ വിശദീകരിച്ചതുപോലെ സാങ്കേതിക കാരണങ്ങളാലാണ്. അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് സാങ്കേതിക കാരണം എന്ന് പോലും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇതാദ്യത്തെ സംഭവമല്ല. ഇതിന് മുൻപും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളിൽ ചിലർ പത്രം കൂടി നടത്തുന്നവരാണ്. നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും വാർത്തയോ വിവാദമോ ആകാറില്ല, ആകേണ്ട ആവശ്യവുമില്ല. പിന്നെ വന്നത് ഇങ്ങനെ ഒരു ലേഖനം ഉണ്ടോ എന്നതാണ്. അങ്ങനെ ഒരു ലേഖനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദേശാഭിമാനിയിൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദേശാഭിമാനിയിൽ ഇല്ല എന്നാണ്. അല്ലാതെ ആരെങ്കിലും അങ്ങനെ എഴുതിയില്ല എന്ന് എനിക്ക് പറയാൻ കഴിയുമോ? ദേശാഭിമാനിയിൽ ഇങ്ങനെ ഒരു ലേഖനം വന്നിരുന്നോ എന്നാണ് ചോദ്യമെങ്കിൽ ഞാൻ നിങ്ങളുടെ ചോദ്യം അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ട് പറയാം. ഇങ്ങനെ ഒരു ലേഖനം ദേശാഭിമാനിയിൽ കൊടുക്കാൻ വേണ്ടി വന്നിരുന്നോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അതിന് ഉത്തരം പറയാൻ കഴിയില്ല, ഉത്തരം പറയേണ്ടതുമില്ല. എന്തുകൊണ്ട്? വാരാന്ത പതിപ്പിലേക്ക് 100 കണക്കിന് സൃഷ്ടികൾ വരും. അത് ഏതൊക്കെ വന്നു അത് നിങ്ങളുടെ മുൻപിൽ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങളുടെ പത്രത്തിൽ വരുന്ന കാര്യം അതിൽ ചിലത് പ്രസിദ്ധീകരിക്കും, ചിലത് മാറ്റിവെക്കും, ചിലത് തിരിച്ചയക്കും. അതൊക്കെ ഞങ്ങളുടെ പത്രത്തിൻ്റെ അവകാശമല്ലേ? നിങ്ങളുടെ പത്രവും അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്? അതൊക്കെ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? 2, ഇത് പറയേണ്ടതില്ല എന്നതുപോലെ തന്നെ ഈ 100 കണക്കിന് കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം ഞങ്ങളുടെ മുൻപിലാണോ വരിക? അത് ഏതൊക്കെ വന്നില്ല എന്നൊന്നും പറയാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇനി ഓരോ മാധ്യമങ്ങളുടെയും ഡെസ്കിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിവാദമാകാറുണ്ടോ? നിങ്ങളുടെ ഡെസ്കിൽ എന്തൊക്കെ നടക്കാറുണ്ട്? എല്ലാ വാർത്തകളും നിങ്ങൾ കൊടുക്കുകയാണോ ചെയ്യുന്നത്? ചില വാർത്തകൾ മാറ്റിവെക്കാറില്ലേ? ചിലത് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാറില്ലേ? അത്തരം കാര്യങ്ങളെ ചൊല്ലി നിങ്ങളുടെ ഡെസ്കിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടില്ലേ? രൂക്ഷമായ തർക്കങ്ങൾ. ആ തർക്കങ്ങൾ സംഘർഷങ്ങളായിട്ടില്ലേ? അതിനെ തുടർന്ന് ചിലർ രാജിവെച്ച് പോയിട്ടില്ലേ? നടപടികളിലേക്ക് വന്നിട്ടില്ലേ? ഇതൊക്കെ ഞങ്ങൾക്കും കിട്ടുന്ന കാര്യമല്ലേ? ഞങ്ങൾ എന്തുകൊണ്ടാണ് അത് വാർത്തയാക്കാത്തത്? അതൊരു മാധ്യമത്തിനകത്ത് നടക്കുന്ന, ഡെസ്കിനകത്ത് നടക്കുന്ന സ്വാഭാവികമായ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഏത് മാധ്യമത്തിനും അതിന് അവകാശമുണ്ട്. ദേശാഭിമാനി എന്ത് കൊടുക്കണമെന്നും എന്ത് കൊടുക്കണമെന്നും നിങ്ങളല്ല തീരുമാനിക്കുന്നത്. അതിന് ഞങ്ങൾക്കൊരു സംവിധാനമുണ്ട്. ഞങ്ങൾ തീരുമാനിക്കും. പറയട്ടെ, ഞങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, ഇത് സംബന്ധിച്ചൊരു നാടകകാരനെ സംബന്ധിച്ച ലേഖനം ഞങ്ങളുടെ മുൻപിലുള്ള വിഷയമേ അല്ല. സാധാരണ ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പ് ഇറങ്ങുമ്പോൾ ആദ്യ പേജിൽ